നമസ്കാരം, ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി നിതിൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം ആണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാനില ഫ്ലേവറിലോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവറിലോ ചെയ്തെടുക്കാം. അപ്പോൾ ഗോതമ്പ് നുറുക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണ്. ഇത് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇനി ഇത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഗോതമ്പ് നുറുക്ക് പെട്ടെന്ന് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമ്മൾ ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി തിളച്ച വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിളച്ച വെള്ളത്തിലല്ലാണ്ട് ഇതൊരു പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കാൻ വെക്കാം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കൂടുതൽ സമയം, അതായത് 1-2 മണിക്കൂറുകളൊക്കെ ഇത് വെക്കേണ്ടി വരും. എന്നാലാണ് നന്നായിട്ട് കുതിർന്ന് വരുള്ളൂ. അപ്പോൾ തിളച്ച വെള്ളത്തിലാകുമ്പോൾ പെട്ടെന്ന് ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർക്കാനായിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് കുറച്ചുള്ളതുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അതെല്ലാം നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ജാറിലിട്ടിട്ടായാലും അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ കുതിർക്കാനായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അതായത് ഒരു 1/4 കപ്പ് വെള്ളം ബാക്കിയുണ്ടായിരുന്നു. നമ്മളൊരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തത്. ബാക്കി വന്നിട്ടുള്ള ആ വെള്ളത്തിന് ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാർ ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടുന്ന കൊറ്റ നമുക്ക് കളയാം. അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. ഇപ്പം കിട്ടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ഈ പാലാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്കായിട്ട് ഒരു 1/2 ലിറ്റർ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഒരു 2 കപ്പ് പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാലിൽ പാട കെട്ടാണ്ടിരിക്കാനും അടിയെ പിടിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി നമ്മളിപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി രുചി ഉണ്ടാവും നമ്മുടെ ഐസ്ക്രീമിന്. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വന്നതിന് ശേഷം പാല് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് ഒരു 6-7 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ ഇതേ അളവിൽ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് തെറ്റാണ്ടിരിക്കാൻ നോക്കുക. ഈ ഐസ്ക്രീമിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ടായാലും ഈ ഐസ്ക്രീം ഉണ്ടാക്കാം. ഈ 6-7 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ടാവും. അങ്ങനെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം പാല്. അപ്പോഴാണ് ഈ ഐസ്ക്രീമിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് വിചാരിച്ചിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിൽ പറഞ്ഞത്രത്തോളം സമയം മാത്രം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലോട്ട് നമ്മൾ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടുക്കി പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ പോരാ, നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ ഈ സമയത്തൊന്നും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-3.25 മിനിറ്റോളം ഇത് നന്നായിട്ട് എണ്ണ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കുക.
ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇതിലെ മധുരമൊക്കെ നോക്കുക. മധുരം ഈ സമയത്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അതായത് മധുരം അധികമായിട്ട് നിന്നാൽ മാത്രമാണ് പിന്നീട് നമ്മളിത് തണുപ്പിച്ചിട്ട് എടുത്ത് കഴിക്കുമ്പോൾ അത് ആവശ്യത്തിന് മധുരമുള്ളതായിട്ട് തോന്നുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുള്ളതായി തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി മധുരം കൂടി ചേർത്ത് കൊടുക്കാണ്. അങ്ങനെ 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കിട്ടും. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെയുള്ള സ്ട്രോബെറി എസൻസ് അത്ര കൊള്ളില്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ഇളക്കിയിട്ട് എല്ലായിടത്തായി നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക. ഇതൊന്ന് തണുത്ത് വരണം. അപ്പൊ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ അതുവരെ ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇതൊരു മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ പാത്രത്തിന്റെ സൈഡിലൊക്കെ ഈ പാലിങ്ങനെ നന്നായിട്ട് കുറുകി കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ ഇതിലോട്ട് ഒന്ന് വടിച്ചിട്ടതിന് ശേഷമാണ് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടത്. അപ്പൊ മിക്സിയിൽ ജാറിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് അടിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഇതിലോട്ട് 2 ബീറ്റ്റൂട്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വേവിച്ച് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് കഷ്ണങ്ങളാണ് ചേർക്കുന്നത്. അപ്പൊ ഈ വലിപ്പത്തിലുള്ള ബീറ്റ്റൂട്ട് കഷ്ണങ്ങൾ മതിയാവും. അപ്പൊ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വേവിക്കുന്ന സമയത്ത് ഒരു 5-6 കഷ്ണം ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അതെനിക്ക് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് വേവിച്ചു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല കളറുള്ള ബീട്രൂട്ട് ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിലാണ് നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല കളറായിട്ട് സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ എങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കട്ടിയിലാണ് ഇപ്പോൾ ഇതുള്ളത്. പിന്നെ ഈ മിക്സ് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുക. 2-3 മണിക്കൂറായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ട് വീണ്ടും അടിച്ചെടുത്ത ശേഷം അത് ആ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഫ്രീസറിലൊന്ന് വെക്കാം. പിന്നെ വെക്കുമ്പോൾ ഒരു 8-9 മണിക്കൂറോളം തന്നെ ഫ്രീസറിൽ വെക്കുക. നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം, അതായത് സെറ്റായി വന്നതിന് ശേഷം മാത്രം എടുത്താൽ മതിയാവും. അപ്പൊ നമ്മളിവിടെ ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം എടുത്തപ്പോൾ ഇതുപോലെ ഐസ്ക്രീം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്കൂപ്പ് ചെയ്യണേക്കാളും ഒരു 2-3 മിനിറ്റ് മുന്നെങ്കിലും പുറത്തേക്ക് എടുത്ത് വെക്കണം. ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്കൂപ്പ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ഈ ചാനലിൽ മറ്റു റെസിപ്പികളൊക്കെ പോയി നിങ്ങൾക്ക് നോക്കാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പൊ ഇതുപോലെയുള്ള മറ്റു റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായത് നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.